ഹലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റഹ്മത്തുള്ളാഹി. ഉസ്താദിനിപ്പോ ഫ്രീ അല്ലേ? ഫ്രീ. ഉസ്താദ് എന്തേനു? നമ്മുടെ ഉസ്താദ് പരിപാടിക്ക് ഇപ്പൊ തിരികേശ വിഷയവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുന്നത് നന്നായിരുന്നു. ഓക്കെ. അതായത് വിഷയമായിട്ടൊന്നും പറയാം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബില്ലാഹി അമ്മാ ബഅദ്. തിരികേശവുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടികൾക്ക് പോകുന്നില്ല എന്ന ആ ആരോപണം തന്നെ തെറ്റാണ്. അതേ സമയത്ത് കുറച്ച് മുമ്പ് ഞാൻ നന്നായി പറഞ്ഞിരുന്നു, 93 മുതലൊക്കെ സംഭവം. പിന്നെ നമ്മളെ സംഘടന എന്ത് ചെയ്തു? വെറുതെ നമുക്ക് ഒരുപാട് പടികളുണ്ട്. അവരെ പോലെ ചീഞ്ഞും പൂത്തും മാത്രം നോക്കി നടക്കാനല്ലല്ലോ. സ്ഥാപനം നടത്താൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ എല്ലാം പാട് വെച്ചിട്ട് നമ്മളെ നേതൃത്വം തീരുമാനിച്ചു ഈ വാദങ്ങളും ഇനി വല്ലാതെ എന്താ പറയണ്ടെന്നുള്ളത്. ആ അടിസ്ഥാനത്തിൽ ഈ ഒരു ചർച്ച വെറുതെ മറ്റുള്ള മതസ്ഥരിലേക്കും മറ്റുള്ള പ്രസ്ഥാനത്തിലേക്കും ഒക്കെ വലിച്ചിട്ടിട്ട് നാശാക്കേണ്ടതില്ല. എന്നെയുമല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ മുജാഹിദിന്റെ ഈ പിളർപ്പ് സത്യത്തിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഈ പദം വന്ന സമയത്ത് അനസ്തേഷ്യ എന്ന സമയത്ത് ഓപ്പറേഷൻ കൊടുക്കുന്നത് പോലെ സുന്നിക്കന്മാർക്ക് ആശയം പറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന സമയമാണ്. അങ്ങനെ തീരുമാനം നമ്മൾ നേതൃത്വം എടുത്തപ്പോൾ ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ പറയണ്ട എന്നുള്ള തീരുമാനമായി. പിന്നെ അതുകൊണ്ട് ആ വശത്തേക്ക് തന്നെ നമ്മൾ മൈൻഡിൽ പോകാതെ തീരെ ചിന്തിച്ചില്ല. അതിന്റെ ഇടയിൽ ഇവർ വല്ലാതെ രൂക്ഷമായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ജില്ലാ കമ്മിറ്റിയെ മറ്റോ നമ്മൾ നേതൃത്വം ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മാത്രം വെക്കുക, അവിടെ മാത്രം പറയാ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ അവിടെയും സക്കാഫി പറയുന്നുണ്ട്, സിദ്ദീഖ് സക്കാഫി പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ ടീച്ചിങ് പറയുന്നുണ്ട്. അങ്ങനെ വളരെ അത്യാവശ്യമുള്ളിടത്തേക്ക് നേതൃത്വം പറയുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സംബന്ധമായ ക്ലിപ്പിങ്ങുകളോ സംബന്ധമായ പത്രക്കട്ടിങ്ങുകളോ ഒന്നും എന്റെ അടുത്തില്ല. മാത്രമല്ല തെബിലീഗും അത് മറ്റൊക്കെ ഞാൻ തന്നെ പറയേണ്ടതും. അപ്പോ ഈ ഒരു അടിസ്ഥാനത്തിൽ പറയുന്ന ആൾക്കാർ പറയട്ടെ, ഇനിയിപ്പോ അതിനു വേണ്ടി ഒന്നും മനക്കെടാനാകൂല. പിന്നെ സുന്നിച്ചിടത്തോളം എ.പി. ഉസ്താദ് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തീരുമാനം. ഉസ്താദ് ഒരു സാധനം കൊണ്ടുവന്നിട്ട് അത് ഇത് വടക്കത്താക്കയുടെ സാധനം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് കേസും പറയാനില്ല. ആ തീരുമാനം സുന്നി നമുക്ക് സംശയമല്ല. പിന്നെ ഉസ്താദ് പിരിവ് നടത്തുന്നതും കാശ് കൊടുക്കുന്നതും സാധാരണ പറയലുണ്ട്. പൈസ കൊടുക്കുന്നത് എ.പി. സുന്നികള്, വാങ്ങുന്നത് എ.പി. ഉസ്താദ്. എ.പി. ഉസ്താദിനും വരാതില്ല. പ്രസവിക്കുന്ന പെണ്ണിന് വേദന ഉണ്ടെങ്കിൽ കണ്ടു നിൽക്കുന്ന പി.ടി.സിക്ക് വേദനയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ അടിസ്ഥാനത്തിൽ അതിന്റെ പരിപാടിക്ക് വരും നമ്മളെ നമ്മുടെ സർക്കാർ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്നായ എനിക്കുള്ളവണ് ഞാൻ പിന്നെ തിരികേശത്തിനെതിരാണ് തിരികേശ പ്രയോഗം നടത്തില്ലല്ലോ. ഷാരൂഖ് വിവാദങ്ങൾ അപ്പൊ ഈ പുതിയ വിവാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു. തീർച്ചയായിട്ടും അതായത് ആരോപണത്തിന് അടിസ്ഥാനമേ ഇല്ല. ഈ വിഷയത്തിലാണുള്ളത്. ഞാൻ വരൂല അല്ലെ പോയി പറയുകയും ചെയ്തിട്ട് ഇപ്രാവശ്യം എ.പി. ഉസ്താദ് പറഞ്ഞെടുത്തല്ലേ. എ.പി. ഉസ്താദ് പറഞ്ഞ എന്താണ്? ഹൈദരലി ശിഹാബുദങ്ങളിൽ രണ്ടിന്റെ നേതാവാണ്, മൂപ്പറാണ് കൊലപാതകം നിയന്ത്രിക്കേണ്ടതെന്ന് എ.പി. ഉസ്താദ് പറഞ്ഞപ്പോ പിറ്റേ ദിവസത്തേക്ക് ഹൈദരലി തങ്ങൾ ഇറക്കിയില്ലേ, ചന്ദ്രഗിരി പ്രസ്ഥാനം ഒന്നില്ലേ. അതിന് വേറൊന്നുണ്ട്. അതിന് മുമ്പേ 24-ാം തീയതി നമ്മുടെ കാന്തപുരം ഉസ്താദ് പറയുന്നത്. പക്ഷെ 25-ാം തീയതി SKSF പാണക്കാട് തങ്ങളെ കാന്തപുരം ഒന്നും പഠിപ്പിക്കണ്ട, ഒന്നും പറയാൻ പഠിപ്പിക്കണ്ട എന്ന് അവര് പിന്നെ മാധ്യമത്തിൽ എഴുതി വിട്ടിരുന്നു. 25-ാം തീയതിയാണ് തങ്ങൾ പറഞ്ഞത്. അപ്പൊ പിന്നെ SKSF തങ്ങൾ വിട്ടുന്നാളാ പറഞ്ഞതിന്റെ അർത്ഥം. കാന്തപുരം ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ഇവിടുത്തെ എല്ലാവരും ഉള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒന്ന്. രണ്ട്, പിന്നെ ആരൊക്കെയോ പറഞ്ഞു ഇപ്പൊ എന്തിവര് പറഞ്ഞാലും കുറെ ആളുകൾ എസ്കേലേക്ക് പോകുന്നു, മറ്റേ പോകുന്നു. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ്കേലേക്ക് പോയാൽ എസ്കി സത്യത്തിന്റെ പാർട്ടിയാകും. 7 പേരെ കൊന്നതിന് എന്താണ് കുറച്ചുകൂടെ ഒരു മറുപടി തന്നെ പറയാം. എന്തായിരുന്നാലും അള്ളാഹു തആല പഠിപ്പായ തിരുവനന്തപുരം ഷെനാനുക്കോമിനല്ല അല്ലാത്ത അത് എഴുതിരു. എന്തായിരുന്നാലും സമൂഹത്തോട് എതിർപ്പുണ്ടെങ്കിൽ
പ്രവർത്തിക്കണം പ്രേരിപ്പിക്കുന്ന ഖുർആന്റെ ആയത്താണല്ലോ. ആ ആ ഈ ആയത്ത് അടിസ്ഥാനത്തിൽ എസ്കെന്റെ നേതാക്കന്മാർ മൊത്തത്തിൽ 7 പേരുടെ ജീവൻ എടുത്ത് എന്താ നമുക്കിത് കഴിയില്ലേ? പക്ഷെ നമ്മുടെ നേതാക്കന്മാർ അള്ളാഹെ പേടിക്കുന്നുണ്ട്, ആഹ്റം പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത് നിങ്ങൾ അക്കരുതേ ഒന്ന് പകരം ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാർ ഒരു ആപ്പ് സമ്മതം കൊടുത്തവൻ എന്ത് സംഭവിക്കും? പക്ഷെ ഇവര് പൊട്ടിച്ചിട്ടും മറ്റൊക്കെ എന്തായാലും ഒരുവിധം ഒരു പടച്ചിനെ പോലുള്ള ആൾക്ക് എസ്കിക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പിന്നെ കൊലപാതക അതില് അവര് ഒരു പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞത് ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ആക്രമണമെന്നൊക്കെ പറഞ്ഞപ്പോ ഇന്നത്തെ മാതൃഭൂമി പത്രം പിന്നെ പാലക്കാട് എഡിഷൻ പറയുന്നത് ഇത് പോലീസുമാര് സ്ഥിരീകരിച്ചതാണ്. എന്ത് ഇത് SKSF 5 പ്രവർത്തകരെ ഇന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവര് സ്ഥിരീകരിച്ചു കഴിഞ്ഞതാണ് പോലീസുമാര്. അപ്പൊ ആ പ്രശ്നത്തിൽ അവര് ഈ തോന്നിവാസം ചെയ്തതിന് പുറമെ കളവും കൂടെ പറഞ്ഞു രക്ഷപ്പെടാൻ ശ്രമം നടത്തിയതിന്റെ ഒന്ന്. എനിക്ക് വിളിച്ചിരുന്നു ഇവരാളുകൾ ചോദിച്ചു ഓണപ്പറമ്പിൽ ആരാണ് മദ്രസ കത്തിച്ചത്? നിങ്ങൾ ഉണ്ടാക്കിയ മദ്രസ നിങ്ങൾ കത്തിച്ചിട്ട് മദ്രസ കത്തിച്ചിട്ട് അള്ളാന്റെ എന്നിട്ട് പാവപ്പെട്ട അസോസിയേഷൻ പ്രവർത്തകന്മാരെ പരിധിയിടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫയലൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ കത്തിച്ചത്. അപ്പൊ കക്കാൻ പഠിച്ച പോലെ കളവടക്കം പഠിക്കണ്ടേ? മാതാപുരത്ത് നമ്മളെ നോട്ടീസ് അല്ല അവരുടെ നോട്ടീസ് ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേ പൂരത്തെറി കൽബിന്റെ മലയാളം പറഞ്ഞിട്ട് ആ തേവൂർ ഉസ്താദിന്റെയും ഏറ്റുസ്ഥാനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. അവസാനം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സഹായത്തോടു കൂടെ തന്നെ അത് ചെയ്യുന്ന ആളുകളെ പിടിച്ചാൽപ്പിച്ച് പോലീസ് പിടിച്ചു നോക്കുമ്പം പിന്നെ ഉസ്താദേ ഹലോ 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 ഉസ്താദ് കേൾക്കുന്നുണ്ട് ഉസ്താദേ? ഹലോ നിർത്തി.